ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന 2 വിഭവങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മുട്ട മുരിങ്ങയില തോരനും പിന്നെ ചക്കക്കൂട്ടാനുമാണേ. ആദ്യം നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. അതിനായി പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാമേ. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് ചേർക്കേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും മുരിങ്ങയിലേക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ആ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടായിരുന്നേ. അതേ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ടയാണ് ഇനി ഒഴിക്കേണ്ടത്. 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനി മുട്ടയ്ക്കും കൂടെ ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ആ മുട്ടയെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാം. ഇനി ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തോരനോട്ട് ഇരുന്നോട്ട് ഇനി നമുക്ക് ചക്കയുടെ പരിപാടികളിലേക്ക് കിടക്കാമേ. ചക്കയൊക്കെ അമ്മയാണ് വെട്ടി തന്നത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തരും. അപ്പോൾ ആ ചുളകളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഞാൻ ചക്ക അരിയുന്ന സമയം കൊണ്ട് അമ്മ അതിനുള്ള അരപ്പ് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും 1 സ്പൂൺ ജീരകവും വളരെ കുറച്ച് കശ്മീരി മുളക് പൊടിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സിയിൽ ഇതുപോലൊന്ന് ചതച്ച് മാറ്റി വെക്കണം. നമ്മളിവിടെ എപ്പോഴും ചക്കക്കൂട്ടാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ അരപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ചക്ക വേകാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. എല്ലാം ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. 4 വിസിലാണ് ഇതിന്റെ കണക്ക്. ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ തവി കൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർക്കാം. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചക്ക കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.